ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിരിക്കുന്തളിക ലൈറ്റ്. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. ഇതാണ് അതിൽ വരുന്ന 5 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എൻ്റെ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഒരു ഐറ്റംസ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ട് നമുക്ക് റിവ്യൂ നോക്കാം. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫസ്റ്റ് വരുന്നത് ടിൻറ്റഡ് ലിപ് ബാം SPF 20 ആണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ടിൻറ്റഡ് ആണ്, അത്യാവശ്യം നല്ല ടിൻറ്റഡ് ആണ്. എനിക്ക് അതാണ് കേട്ടോ യൂസ് ചെയ്തപ്പോൾ എനിക്കതാ തോന്നിയത്. ഇതിൻ്റെ ടെക്സ്ചർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഒരു ആവറേജ് ആണ്, അത്യാവശ്യം നല്ല ടിൻറ്റഡ് ആണ്. അപ്പം ഓക്കെ ആണ്. നെക്സ്റ്റ് വരുന്നത് ഡേ ലോങ് കാജലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു പ്രോഡക്റ്റ് ഒന്നും ഇതാണ്. കയ്യിലൊക്കെ വരയ്ക്കുമ്പോൾ നൈസാണ്, പക്ഷേ കണ്ണിൽ വരച്ച് വരുമ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ണിൽ എഴുതിയപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് താഴെ പോയിട്ടോ. അപ്പം അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഈ ഒരു കിറ്റിൽ തോന്നിയിട്ടുള്ളത് ഈ കാജലാണ്. 2175 രൂപയാട്ടോ ഈ ഒരു മൊത്തം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അതിനുള്ള വേർത്ത് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. വെറും 200 രൂപയ്ക്കാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പം നമുക്ക് നോക്കാം അതിനുള്ള വേർത്ത് ഉണ്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു കാജൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് വരുന്നത് സെറം ഫൗണ്ടേഷൻ SPF 30 ആണ് കേട്ടോ. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ബോക്സിലെ ബെസ്റ്റ് പ്രോഡക്റ്റിൽ ഒന്ന് ഇതാണ്, ഈ ഒരു സെറം ഫൗണ്ടേഷനാണ്. കാരണം ഞാൻ റിവ്യൂ പറയാനും വേണ്ടിയിട്ട് ഓൾറെഡി ഒന്ന് യൂസ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ ഷെയ്ഡല്ല, അത് ആദ്യം പറയട്ടെ. അപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഷെയ്ഡ് ഓക്കെ ആയവർക്ക് നല്ല അടിപൊളി പ്രോഡക്റ്റാട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര ഒരു ഗ്ലോ തരും നമുക്കിത് ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ. നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിത് ഇട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, നല്ലൊരു ഗ്ലോ എനിക്ക് ഫേസിൽ കിട്ടുന്നുണ്ട്. ആദ്യം എൻ്റെ ഫേസ് ഡള്ളായിരുന്നു, അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നല്ലൊരു ലുക്ക് എനിക്ക് കിട്ടിയതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ അത്യാവശ്യം ഞാൻ കൈ വെച്ചിട്ടാട്ടോ ബ്ലെൻഡ് ചെയ്തത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്യണം, അപ്പോഴാണ് ഇത് കുറച്ചും കൂടെ നന്നായിട്ട് വരാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ലിപ്പ് ആൻഡ് ചീക്ക് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഞാൻ കവിളിലാണ് ഇടുന്നത്, ചുണ്ടിന് ഇടുന്നില്ല. ഓൾറെഡി ഒരു ലിപ്പ് ബാം ഇട്ടതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. സ്മെല്ല് വന്നിട്ട് അടിപൊളി സ്മെല്ലാണ്, ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലാട്ടോ. അപ്പം കവിളിൽ ഇട്ടപ്പോൾ എന്താ പറയുക, അതിൻ്റെ ആ ഒരു കളറും അത് നന്നായിട്ട് കവിളിൽ ബ്ലെൻഡായി പോണതൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു നല്ല പ്രോഡക്റ്റാണ്. ഈ ഒരു ബോക്സിലെ ബെസ്റ്റ് പ്രോഡക്റ്റ് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ഷെയ്ഡ്. സത്യം പറഞ്ഞാൽ ഈ ബോക്സിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ ഷെയ്ഡ് തന്നെ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പ്രോഡക്റ്റ് ഗുഡ്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ആൻഡ് അപ്പോൾ ആ ഷെയ്ഡ് എന്തോ എനിക്ക് ചേരാത്ത പോലെ. ഞാൻ ഡാർക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് ഈ ഷെയ്ഡ് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന എൻ്റെ ഒരു ഡാർക്ക് ലിപ്പ് ലൈനർ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി, സ്യൂട്ടാവുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ എനിക്കെന്തോ ആ ഒരു ഫൗണ്ടേഷനും ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക, കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ചീക്ക് ടിൻ്റാണ് കേട്ടോ. അത് ബെസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.